പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കുമാർ, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു അപകടത്തിൽ ഇദ്ദേഹത്തിന് ഡിജോ കാപ്പന് പരിക്കേൽക്കുന്നത്. തുടർന്ന് വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശരീരം തളർന്നു പോകുന്ന ബെഡ്റിഡനായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് കോട്ടയത്തേക്ക് പാലായിലേക്ക് കൊണ്ടുവന്ന് മാർക്ലീവ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരു പൊതുപ്രവർത്തകനായി സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകർ എന്ന് വേണമെങ്കിൽ പറയാം. KSയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. KSയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം 2 തവണ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റി ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് കേരള കോൺഗ്രസ് ഒപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം. അതിനിടയിലാണ് പിളർപ്പിൽ 87 പിളർപ്പിൽ അദ്ദേഹം PJ ജോസഫിനൊപ്പം നിന്നു. അതിനുശേഷം ബാലകൃഷ്ണ പിള്ളയ്ക്കൊപ്പം പോകുന്നത് കണ്ടു. അതിനുശേഷം മാണി വിരുദ്ധ രാഷ്ട്രീയത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പിന്നീട് പൊതുപ്രവർത്തനത്തിലേക്ക് അദ്ദേഹം സജീവമാകുന്നത്. അപ്പോഴും UDF അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പൊതുപ്രവർത്തനം നടത്തുകയായിരുന്നു. എടുത്തു പറയേണ്ടത് ഈ ഉപഭോക്തൃ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, പ്രത്യേകിച്ചും ഏറ്റവും നമ്മൾ കണ്ടത് KSRTC പോലെയുള്ള വിഷയങ്ങളിൽ, അതുപോലെയുള്ള ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, പോരാട്ടങ്ങൾ അത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ മൂവാറ്റുപുഴയിൽ നിന്നും PC തോമസ് NDA സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുമ്പോൾ അന്ന് ആ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഡിജോ കാപ്പൻ. ഒപ്പം തന്നെ മാണി സി കാപ്പൻ അട്ടിമറി വിജയം പാലായിൽ നേടിയപ്പോഴും അന്ന് മാണി സി കാപ്പന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി, അല്ലെങ്കിൽ അതിനുശേഷം മാണി സി കാപ്പനോടൊപ്പം UDFന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമെന്ന് പറയുമ്പോഴും ഒരു സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് അപ്പുറത്തേക്കോ ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ അത് തീരുമാനമായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ കുടുംബാംഗങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിവരം നമുക്ക് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ഒരു മിസ് ചെയ്ത വ്യക്തിത്വം ഡിജോ കാപ്പനാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ SKന്റെ വലിയ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. SKN40യുമായി ബന്ധപ്പെട്ട ലഹരി വിരുദ്ധ പോരാട്ടവുമായി ശ്രീകണ്ഠൻ നായർ സാർ പാലായിൽ എത്തിയപ്പോൾ SKനോടൊപ്പം വന്ന വേദിയിൽ വന്ന് അതിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ പൊതുസമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ ഒരു ഒറ്റയാൾ പോരാട്ടമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിത്വമായി ഡിജോ കാപ്പൻ നിലകൊണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ് പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.